Once again, welcome back to KC's Classes. KC's Classesന്റെയും ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആദ്യത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് എയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സസ്, അസൈൻമെൻറ്റ് സപ്പോർട്ട്, നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിലൂടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പാർട്ട് എയിൽ നമുക്ക് 8 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 5 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. ഒരു ചോദ്യത്തിന് 2 മാർക്ക്. അപ്പോൾ വലിയൊരു പേപ്പറാണ്, തിയറി പേപ്പറാണ്. 2 മാർക്സിന് ഒരുപാട് സജഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിക്ക് ചെയ്ത് കുറച്ച് ചോദ്യങ്ങൾ തരാമെന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ടാണ് കിടക്കുന്നത്. സോ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നത്, ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക. എന്നാലും ഈ പറഞ്ഞ ചോദ്യങ്ങൾ പരമാവധി കവർ ചെയ്യാൻ ശ്രമിക്കുക. സോ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് സ്പെക്കുലേഷൻ എന്താണ്, അതുപോലെ തന്നെ ഗാംബ്ലിംഗ്. ഇതിലേതെങ്കിലുമൊക്കെ ഒരെണ്ണം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഗാംബ്ലിങ്ങോ അതൊന്ന് നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ബിഹേവിയറൽ ഫിനാൻസ് എന്താണ് നോക്കണം. അതുപോലെ തന്നെ അതിൽ തന്നെയുള്ള മറ്റൊരു ടോപ്പിക്കാണ് മെൻ്റൽ അക്കൗണ്ടിങ് എന്താണ്, നിർബന്ധമായും നോക്കുക. പിന്നെ പലതരത്തിലുള്ള ബയാസസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ബയാസസിലെ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യാം. അതൊന്നും നോക്കി വെച്ചോളൂ കേട്ടോ. അതാണ് രണ്ടാമത് പ്രതീക്ഷിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു. എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിലെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന 1-2 പറയാം. SIP, SWP എന്താണ്, പിന്നെ മ്യൂച്വൽ ഫണ്ട് എന്താണ്, അങ്ങനെയും ചോദിക്കാം. മ്യൂച്വൽ ഫണ്ട് എന്താണ്. ദെൻ നെക്സ്റ്റ് യുലിപ്സ് എന്താണ്. ദെൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്താണ്. അപ്പോൾ ഈ കുറച്ച് ടേമുകൾ നോക്കി വയ്ക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു ആ ഒരു ചാപ്റ്ററിൽ നിന്ന്. ദെൻ മറ്റൊരു ടോപ്പിക്ക് ക്രിപ്റ്റോ കറൻസി എന്താണ്, ക്രിപ്റ്റോ കറൻസി എന്താണ് അത് നോക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ നെക്സ്റ്റ് റിസ്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് ഉണ്ട്. സിസ്റ്റമാറ്റിക്, അൺസിസ്റ്റമാറ്റിക്, മാർക്കറ്റ് റിസ്ക്, അങ്ങനെയൊക്കെ. അപ്പോൾ റിസ്കിലെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം. ഞാൻ സെപ്പറേറ്റ് എഴുതാം. സിസ്റ്റമാറ്റിക്, അതുപോലെ തന്നെ അൺസിസ്റ്റമാറ്റിക്, അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതും നോക്കണം കേട്ടോ. റിസ്കിനെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അതിൽ EIC അനാലിസിസ്, ഇക്കണോമിക് ഇൻഡസ്ട്രി ആൻഡ് കമ്പനി അനാലിസിസ് ഉണ്ട്. EIC എന്ന് പറയില്ലേ നമ്മൾ, ഫ്രെയിം വർക്ക്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. EIC എന്താണ്. ഓക്കെ. ദെൻ അതിൽ 2 അപ്രോച്ചസ് ഉണ്ട്. ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. എന്താണെന്ന് ചോദിച്ചാൽ പ്രസൻറ്റ് ചെയ്യാൻ പാകത്തിന് ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് എന്തായാലും നോക്കി വയ്ക്കുക. എന്താണ് ടോപ്പ് ഡൗൺ അപ്രോച്ചും അതുപോലെ തന്നെ ബോട്ടം അപ്പ് അപ്രോച്ച്. അത് നോക്കി വെച്ചോളൂ കേട്ടോ. കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം.
ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഡിവേഴ്സിഫിക്കേഷൻ എന്താണ് കൺസെപ്റ്റ്? ഡിവേഴ്സിഫിക്കേഷൻ എന്താണ്? അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ടെക്നിക്കൽ അനാലിസിസിൽ പലതരത്തിലുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ എലിവിയേറ്റ് വേവ് തിയറി എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ്. എലിവിയേറ്റ് വേവ് തിയറി നോക്കി വെച്ചോളൂ. ഇനി മറ്റ് ഒന്ന് രണ്ട് ടോപ്പിക്കുകളാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്താണ്? അതുപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്താണ്? സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്താണ്? ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി, APT, ആർബിട്രേജ് പ്രൈസിംഗ് തിയറി, അതും നോക്കി വെച്ചോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ഷാർപ്പ് റേഷ്യോ, സിമ്പിൾ കൺസെപ്റ്റ് ആണ്, നോക്കണം. ഷാർപ്പ് റേഷ്യോ എന്താണ്? ഇതൊക്കെ തന്നെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ പോർട്ട്ഫോളിയോനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അതും നോക്കണം കേട്ടോ. ഇപ്പോൾ കൺസെപ്റ്റ് പോർട്ട്ഫോളിയോ അനാലിസിസോ പോർട്ട്ഫോളിയോ അനാലിസിസ്ന്നോ അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ റിവിഷൻ ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പോർട്ട്ഫോളിയോയുടെ കൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന. ഒരു സജഷൻ നൽകാനുള്ളതാണ് മാർക്കോവിറ്റ്സ് മോഡൽ ഫോർ പോർട്ട്ഫോളിയോ സിലക്ഷൻ. മാർക്കോവിറ്റ്സിൻ്റെ മോഡൽ, അതൊന്ന് കൺസെപ്റ്റ് നോക്കണം, എക്സ്പെക്ട് ചെയ്യാം 2 മാർക്സിന് കേട്ടോ. സോ 2 മാർക്കിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, വളരെ ബുദ്ധിമുട്ടാണ് 2 മാർക്സ് പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ. 8 ചോദ്യങ്ങളാണ് വരുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സജഷൻസ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു 5 എണ്ണം കിട്ടും. ഓക്കെ, സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഗാംബ്ലിങ്ങോ സ്പെക്കുലേഷനോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ദെൻ ബിഹേവിയറൽ ഫിനാൻസ് എന്താണ്? മെന്റൽ അക്കൗണ്ടിങ്, ബയാസസിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിന്റെ കൺസെപ്റ്റ് നോക്കണം, അതിൽ ഏതെങ്കിലും ഒരെണ്ണം. SIP, SWP, മ്യൂച്വൽ ഫണ്ട്, യുലിപ്സ്, ETF. പിന്നെ ക്രിപ്റ്റോ കറൻസി എന്താണ്? റിസ്കിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. സിസ്റ്റമാറ്റിക് ആവാം, അൺസിസ്റ്റമാറ്റിക് ആവാം. ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ്? EIC. പിന്നെ ടോപ്പ് ഡൗൺ അപ്രോച്ച്, ബോട്ടം അപ്പ് അപ്രോച്ച് കൺസെപ്റ്റ്. ഡിവേഴ്സിഫിക്കേഷൻ എന്താണ്? എലിവിയേറ്റ് വേവ് തിയറിയുടെ കൺസെപ്റ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ, സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ. ആർബിട്രേജ് പ്രൈസിംഗ് തിയറി എന്താണ്? ഷാർപ്പ് റേഷ്യോ. പിന്നെ പോർട്ട്ഫോളിയോനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏതെങ്കിലും കൺസെപ്റ്റ് പ്രതീക്ഷിക്കുന്നു, പോർട്ട്ഫോളിയോ അനാലിസിസോ റിവിഷനോ ഇവാലുവേഷനോ. പിന്നെ മാർക്കോവിറ്റ്സ് മോഡൽ, അതിനെപ്പറ്റിയുള്ള കൺസെപ്റ്റ് ഫോർ പോർട്ട്ഫോളിയോ സിലക്ഷൻ. ഇതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ കേട്ടോ. 2 മാർക്സിന് ഏറ്റവും കൂടുതൽ. സോ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഇതാണ്. ദെൻ നെക്സ്റ്റ് ഇത്. അപ്പോൾ ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ സജഷൻസും ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.